ഉത്തമ രാമഭക്തന്റെ സമ്പൂർണ്ണ ചരിതം. വീരഹനുമാൻ ഇന്നു മുതൽ വൈകുന്നേരം 6 മണിക്ക്. ഞങ്ങളുടെ സ്റ്റേഷനിൽ ജോലിയോട് കൂറുള്ള കുറെ മണ്ടന്മാരുണ്ട്. അവരെല്ലാവരും ഗോപാൽജി അറസ്റ്റ് ചെയ്യാനുള്ള ആവേശത്തിലാ. എന്തുപറ്റി ഗോപാലേട്ടാ? എന്തെങ്കിലും ടെൻഷനുണ്ടോ? ബാറില് മായം ചേർത്ത മദ്യം കുടിച്ച് ഒരുത്തൻ മരിച്ചു. ഞാൻ വക്കീലിനെ വിളിക്കണ്ടാടി. ഹേയ്, അതിനൊന്നും സമയമില്ല. പോലീസ് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. അയ്യോ, ഏത് നിമിഷവും അവരിവിടെ എത്തി എന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന് ഡാഡി കുറ്റക്കാരനാണെന്നതിന് തെളിവൊന്നുമില്ലല്ലോ. ഇല്ല, പക്ഷേ സാഹചര്യ തെളിവ് വെച്ച് എനിക്കിത് പങ്കുണ്ടെന്ന് അവർക്ക് വരുത്തി തീർക്കാൻ പറ്റും. ഞാൻ നമ്മുടെ ആളുകളൊക്കെ വിളിച്ചു കൂട്ടാം. അവരെ നമുക്ക് കായികമായിട്ട് നേരിടാം. മണ്ടത്തരം പറയാതെ മോളെ. ഇവിടെ ഒന്നും തള്ളും സംഭവിച്ച പോലീസുകാരെ സഹായിക്കാനെങ്ങാനും നാട്ടുകാരിറങ്ങിയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും. മായം ചേർത്ത മദ്യം കുടിച്ച് ഒരുപാട് പേര് ആശുപത്രി കിടപ്പുണ്ട്. അവരുടെയൊക്കെ ബന്ധുക്കൾ പുറത്ത് കാണുമല്ലോ. ആ ദേഷ്യത്തിൽ അവരെല്ലാം കൂടി ഇങ്ങോട്ട് വന്നാ നമ്മളോ ഈ വീടോ ഒന്നും ബാക്കിയുണ്ടാവില്ല. പിന്നെ വേറെ എന്ത് ചെയ്യാനാ? അല്ല, തൽക്കാലത്തേക്ക് മുങ്ങാലോ ഡാഡി. അതുകൊണ്ട് എന്താ ഗുണം? പോലീസ് എല്ലായിടത്തും ബാരിക്കേഡ് വെച്ച് കാണും. അത് സാരമില്ല. തൽക്കാലം കുറച്ചു നാളത്തേക്ക് മാറി നിൽക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാം. നീ എന്റെ കാറിന്റെ താക്കോലും കിടക്ക്. അയ്യോ, ഗോപാലേട്ടാ, സഞ്ജു, ഞെട്ടണ്ട, ഇത് ഡാഡിയുടെ നമ്പറാ. കഴിഞ്ഞ തവണ പോലീസുകാർ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴും ഡാഡി ഇതേ നമ്പർ തന്നെ ഇറക്കിയത്. അന്നേ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ജാമ്യം കിട്ടുന്ന അന്ന് വരെ സുഖമായിട്ട് കഴിഞ്ഞു. സഞ്ജുട്ടാ, അച്ഛൻ അഭിനയിക്കുന്നതൊന്നും അല്ല. ശരിക്കും അറ്റാക്ക് സംഭവിച്ചതാ. നീ ചുമ്മാ പറ്റിക്കില്ല. ഒറ്റയ്ക്കുന്നതൊന്നും അല്ല, അറ്റാക്ക് സംഭവിച്ചു. ഡാഡി, ഡാഡി, ഡാഡി. സഞ്ജു, നീ പോയി വണ്ടി എടുക്ക. ചെല്ല് ഗോപാലേട്ടാ. ഒന്ന് പിടിക്ക് സ്വപ്നെ. വാ. പതുക്കെ ചാച്ചോ. പോലീസ് വരുമ്പോ അവരോട് വിവരങ്ങളെല്ലാം ചാച്ചോ അറിയിച്ചാ മതി. അയ്യേ, നിർത്ത്. എന്താടാ? നിന്റെ തന്തയെ ഈ ആശുപത്രി അഡ്മിറ്റ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇയാള് കാരണം ഞങ്ങളുടെ ജസ്റ്റിൻ മരിച്ചു. ഞങ്ങളുടെ കോളേജിന്റെ ആശുപത്രി തന്നെ ഇയാളെ രക്ഷിക്കുകയാണെങ്കിൽ അത് ജസ്റ്റിനോട് ചെയ്യുന്നൊരു തെറ്റായിരിക്കും. അല്ലെങ്കിലും ഇയാള് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കാൻ വെറുതെ നാടകം കളിക്കുന്നതായിരിക്കും. അച്ഛൻ നാടകം കളിക്കല്ല, ശരിക്കും അറ്റാക്ക് വന്നതാ. ഉടനെ ചികിത്സ തുടങ്ങിയില്ലെങ്കിൽ അപകടം. പ്ലീസ് ഒന്ന് വഴി മാറൂ. സൗകര്യമില്ല, വേറെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അടുത്ത ആശുപത്രി ഇവിടുന്ന് 20 കിലോമീറ്റർ ദൂരെയാ. അത്രയും നേരം അച്ഛൻ ജീവനോടെ ഇരിക്കുമെന്ന് ഉറപ്പില്ല. എന്നാ ചത്തോട്ടെ. ഇയാളെ പോലുള്ളവര് ജീവിക്കുന്നതിലും ഭേദം അത് തന്നെയാ. ആവേശത്തിൽ ഓരോന്ന് കാണിക്കുന്നതിന് മുൻപേ നീ എവിടെയാ നിൽക്കുന്നതെന്ന് ബോധം വേണം. തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ ക്യാമ്പസാ. ഒന്ന് ഉറക്കെ വിളിച്ച അവിടെയുള്ള പിള്ളേരെല്ലാം നിന്റെ നെഞ്ചത്ത് വന്ന് പൊങ്കാലയിടും. എന്താ എന്താ ഇവിടെ? എന്താ ഇത്? ഇതൊരു ആശുപത്രിയല്ലേ? ഇവിടെ കിടന്ന് ബഹളം വെക്കരുതെന്ന് അറിഞ്ഞൂടെ? ഒന്നുമില്ലെങ്കിലും നിങ്ങൾ മെഡിസിൻ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ലേ? നിങ്ങൾ വന്നത് നന്നായി. അച്ഛനെ ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ ഇവർ സമ്മതിക്കുന്നില്ല. മക്കള് വഴിമാറ്. ഇതൊരു ജീവന്റെ കാര്യമല്ലേ? ഇയാളെ അഡ്മിറ്റ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല സാർ. സൂരജ്, ഇദ്ദേഹത്തെ കടത്തിവിടൂ. ഡോക്ടർ, ഇയാള് എനിക്ക് ഗോപാലൻ എത്ര വലിയ ദുഷ്ടനാണെന്ന് അറിയാം. പക്ഷേ
നമ്മുടെ ജോലി ജീവൻ രക്ഷിക്കുകയാണ്. നമ്മുടെ മുൻപിൽ വരുന്നത് കൊലയാളിയോ ഭീകരവാദിയോ ആരായാലും ശരി, ജീവൻ നിലനിർത്തുകയാണ് നമ്മുടെ ധർമ്മം. അത് നമ്മൾ ചെയ്തേ പറ്റൂ. ഇയാൾക്ക് നമ്മൾ ചികിത്സ നിഷേധിക്കരുത്. മാറി നിൽക്ക്. വലിയ കാര്യമായിട്ട് ഗോപാലനെ അറസ്റ്റ് ചെയ്യാൻ പോയിട്ട് നാണം കിട്ടും അല്ലേ? അയാൾക്ക് ശരിക്കും അറ്റാക്ക് വന്നതാണ്. അതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും മോളെ? ഇങ്ങനെ ഒരു ന്യായം കണ്ടുപിടിക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടേ ആളുകളുള്ളൂ. നിയമം അയാളെ ശിക്ഷിക്കുന്ന പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തോളാം. നീ എന്ത് ചെയ്യാനുള്ള പരിപാടിയാ? മഹിമേ, മഹിമേ, മഹിമേ പറഞ്ഞിട്ട് പോ. മഞ്ജു, നിനക്ക് മഹിമയുടെ മീതൊരു കണ്ണ് വേണം. പ്രതികാരം മനസ്സിൽ കയറിയ ആളുകൾ എന്തൊക്കെ മണ്ടത്തരം കാണിക്കുന്നു പറയാൻ പറ്റില്ല. അവളുടെ ഭാവി പോയി കഴിഞ്ഞാ പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല.